ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ? പുതിയൊരു വീഡിയോ സെറ്റ് വീഡിയോ. അതെ, പുതിയൊരു വീഡിയോ ഉണ്ട് ഗൈസ്. പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അറിയാവുന്നത് പോലെ നമ്മൾ സംസാരിക്കുന്നതിന് നമ്മളിങ്ങനെ എന്തെങ്കിലും ഞാൻ റാൻഡമായിട്ട് എന്തെങ്കിലും എനിക്ക് സംസാരിക്കാൻ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിഞ്ഞൂടെ ഗൈസ്. ഞാൻ പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അടി കിട്ടുമെന്ന് അറിഞ്ഞൂടെ. ഇവിടെ ഭയങ്കര ക്രൗഡുണ്ട് ഗൈസ്. ഇവിടെ ഫെസ്റ്റ് കിടക്കും. നമ്മൾ വീഡിയോ എടുക്കാൻ നേരത്തെ മാത്രം ഇവിടെ ഫെസ്റ്റ് കിടക്കും. അതെ അതെ, അതെന്താണെന്ന് അറിഞ്ഞൂടെ. ഇവിടെ ഫെസ്റ്റ് കിടക്കുന്ന എന്തൊക്കെ ഇതുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് പോകാം. കമോൺ. അവിടെ ഇരിക്കുന്ന ആ അപ്പൂപ്പൻ്റെ അടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര പേടിയുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. എന്നാലും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഇരുന്നോട്ടാ മാമ. ആയിക്കോട്ടെ. നല്ല ഭംഗിയല്ലേ? ഞാൻ ഒരു കവിയാണ്, ചെറുതായിട്ട് കവിതയൊക്കെ എഴുതും. അപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കവിത എഴുതണ അച്ഛനും അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. ഡിഗ്രി കഴിഞ്ഞു, ഇനിയിപ്പോൾ PG ചെയ്യുന്നു. പക്ഷേ എൻ്റെ ഇഷ്ടം ഫുൾ കവിതയാണ്. അല്ല, എനിക്കിങ്ങനെ ഞാൻ എഴുതുന്ന കവിതയൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ ബുക്കിലൊക്കെ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എഴുതുന്ന കവിതയൊന്നും പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. എന്നെ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ട് കവിത എഴുതുന്നോണ്ട്. ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. ഞാൻ എഴുതുന്ന കവിത ഒന്നും ആരും കേൾക്കൂല. മാമ, ഞാൻ എഴുതുന്ന കവിത പാടട്ടെ? കുരുവിനെ കുറിച്ചാണ്. കുഞ്ഞിക്കുരു. കുഞ്ഞിക്കുരു നല്ല ചുവന്ന കുഞ്ഞിക്കുരു. കുഞ്ഞിക്കുരു നല്ല ചുവന്ന കുഞ്ഞിക്കുരു ചുവന്ന കറുത്ത കുഞ്ഞിക്കുരു. കൊള്ളാമോ? പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ പെരുമ കരിവീരൻ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശ്ശിവപേരൂർ പട്ടണത്തിന്റെ പൊന്നോമന പുത്രന്മാരുടെ അത് അന്നത്തെ കാലത്ത്. പക്ഷേ ഈ രമണനെ കാട്ടി നല്ല പാട്ടല്ലേ എന്റെ കുഞ്ഞിക്കുരുവിന്റെ പാട്ട്? രമണനിലെ രമണൻ എഴുതിയതെന്ന് വെച്ചാൽ ഇയാള് എത്രയോ ദിവസം കൊണ്ടാണ് എഴുതിയത്. ഞാൻ ഈ കുഞ്ഞിക്കുരു ഞാനൊരു 20 ദിവസം കൊണ്ട് എഴുതിയ പാട്ടാണ് കുഞ്ഞിക്കുരു. ഇത് അങ്ങേര് ഈ ഭയങ്കര സ്നേഹബന്ധങ്ങളെ ആസ്പദമാക്കി എഴുതിയതാണ്. ഈ മാമൻ എന്റെ കുഞ്ഞിക്കുരു കവിത ഇഷ്ടപ്പെട്ട? കുഴപ്പമില്ല. ഞാൻ ഇത് സ്കൂളിലൊക്കെ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. ഞാൻ നാളെ പിണറായി വിജയൻ സാറിന് ലെറ്ററൊക്കെ എഴുതാൻ പോണ്. എന്റെ കുഞ്ഞിക്കുരു ചുവന്ന ഒരു കുഞ്ഞിക്കുരു ചുവന്ന ഒരു കുഞ്ഞിക്കുരു. നമ്മൊരു കാര്യം പറയട്ടാ, ഇത് ആക്ച്വലി നമ്മൊരു യൂട്യൂബ് ചാനലിന്റെ പരിപാടിയാണ്. ഇതോടെ ക്യാമറ കണ്ടോ? പക്ഷെ മാമന് കുറെ അറിവുണ്ട് ഈ വീഡിയോയിൽ. താങ്ക്സ്. അവരുടെ പേരെന്തോന്ന്? എന്റെ പേര് ശശിയല്ല. വീട് എവിടെ? ഹായ് മാമി. ഞാൻ മാങ്ങ കഴിക്കൂല, എനിക്ക് ഇഷ്ടമല്ല. ഞാനിങ്ങനെ ആൾക്കാരെയൊക്കെ മുഖം നോക്കി ലക്ഷണങ്ങളൊക്കെ പറയണ. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്നെ 2 രൂപയുടെ ഫലം പറയും. തന്നെ ഞാനാണ് അഡ്വക്കേറ്റ് കൈലാസ് MBBS തന്നെ. ഞാൻ ഈ മാങ്ങയുടെ ലക്ഷണം നോക്കി പറയട്ടാ. ഈ മാങ്ങ ഉപ്പ് മാങ്ങയല്ലേ? അത് ഞാനിങ്ങനെ ആൾക്കാരെ മുഖത്ത് നോക്കിയിട്ട് എല്ലാരും ഭാവിയല്ലേ പറയണ, ഞാൻ ഭൂതം പറയും തന്നെ. ഞാൻ മാമിയുടെ മുഖത്ത് നോക്കി ഭൂതം പറയട്ടെ.
നീ അങ്ങനെ പറയേ വേണ്ട. മാമിയുടെ കഴിഞ്ഞ ജന്മ മാമി സുരേഷ് ആയിരുന്നു. സുരേഷായിരുന്ന മോഹൻലാലായില്ലല്ലോ. ഇല്ല, സുരേഷ് ഗോപിയല്ല, വെറും സുരേഷ്. ഞാനിവിടെ എല്ലാവരുടെയും ചെന്ന് ഇങ്ങനെ കൈ നോക്കി പറയുന്നുണ്ട്, ആരും കേൾക്കണില്ല. എന്തോ ആർക്കും ഭൂതം അറിയണ്ടെന്ന്, ഭാവി അറിഞ്ഞാൽ മതി. തൂക്കിയല്ലോ നാഥ. മാമീര ഭൂതമാണ്. മാമി സുരേഷ് ആയിരുന്നു. സുരേഷ്, കുന്നത്ത് വീട്ടിൽ സുരേഷ്. അല്ല, കുന്നത്ത് വീട്ടിൽ സുരേഷ്. ഓ, ഞാനിങ്ങനെ ആൾക്കാരെ നോക്കി ഇങ്ങനെ ഭൂതം പറഞ്ഞ എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ട്. ഭൂതത്തിനെ അല്ല, എന്നെ ഇറക്കി വിട്ട്. ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം. മാമിക്ക് ഞാൻ പറയട്ടാ, മാമിക്ക് ഇവിടുന്ന് പ്രമോഷൻ കിട്ടും. നിയമസഭയുടെ ഫ്രണ്ടിലോട്ട്. ഞാൻ അഡ്വക്കേറ്റ് ആണ്. ഞാൻ അഡ്വക്കേറ്റ് MBBS. അഡ്വക്കേറ്റ് ജനറൽ ഹോസ്പിറ്റൽ അഡ്വക്കേറ്റ്. ഞാൻ ഇനിയിപ്പോ ഇനി അടുത്ത IAS പഠിക്കാൻ പോകും. അഡ്വക്കേറ്റ് കൈലാസ് MBBS MD m4mary.com. ഒരു മോനേ ഉള്ളു, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷേ എന്നെ ഞാൻ അല്ല, നല്ല മോനല്ല, ഈ ഭാവി പറയുന്ന കുട്ടികളെ വേണ്ടെന്ന് പറഞ്ഞു. ഒരു കുട്ടിയും വേണ്ടെന്ന്. ഇതറിഞ്ഞൂടാ. അത് തന്നെ അഴുക്ക അച്ഛനും. ഫോൺ എടുത്തില്ല നീ. ഫോൺ എടുത്തില്ല. ഈ നാട്ടുകാരൊക്കെ എന്നോട് പറയാം, അഴുക്ക ചെറുക്കൻ തന്തേക്കാൾ മോശമൊന്ന്. അഴുക്ക ചെറുക്കൻ തന്തേക്കാൾ മോശം. ഓ, ഞാനും മോശം, തന്തേ മോശം, എല്ലാവരും മോശം. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടാ. ഞാനിങ്ങനെ വന്ന് സംസാരിച്ച എന്താണെന്നറിയോ? ഇതൊരു യൂട്യൂബ് ചാനലിന്റെ പരിപാടി. അതുകൊണ്ട് ക്യാമറ കണ്ട് ഹായ് കൊടു. അതാണ് ശരിയാക്കും. ഹായ് പറ. ഹായ്. ഒരു സെക്കൻഡ് ഗൈസ്, നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്ത ചേച്ചിയുടെ പേരെന്തോ? പേര് പറ. എന്റെ പേര് വീട്ടിൽ വിളിക്കണം ബെൽസമ്മ. ഓ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. യൂട്യൂബ് സബ്സ്ക്രൈബ് എന്ന് പറ. സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പോട്ടാ. സന്തോഷത്തിൽ നമുക്ക് അമ്മൂമ്മ ഫ്രീ ആയിട്ട് 2 കവർ മാങ്ങ 50 രൂപയ്ക്ക് തന്നിരിക്കുകയാണല്ലേ. ഇതാണ് രാജ്യസേവനമാണ് ഗൈസ്. അടുത്തതായി നമ്മുടെ അമ്മുമ്മേരെ മാങ്ങയ്ക്ക് നമ്മൾ റിവ്യൂ പറയാൻ പോവുകയാണ്. വെരി ടേസ്റ്റി, ഫണ്ടാസ്റ്റിക്, ഫാബുലസ് ആണ്. പ്ലാസ്റ്റിക് ആണോ ഈ മാങ്ങ? ഒരു മാങ്ങ അമ്മുമ്മ അയച്ചോ, നമ്മളാകാം. അയച്ചോ. താങ്ക് യു. ടാറ്റ പറ. ഓക്കെ, ബൈ ഗൈസ്. മാമി കുറച്ച് കപ്പലണ്ടി കഴിക്കാൻ തരോ? തീർന്നാ? ഞാൻ അവിടെ നിന്നപ്പോൾ മാമി കപ്പലണ്ടി കഴിക്കുന്നുണ്ട്. അപ്പം എനിക്ക് വിശന്ന്. ഞാൻ 4 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. എന്തെങ്കിലും പറ മാമി. ഞാൻ 4 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. നീങ്ക തമിഴാ? തമിഴ്നാട്ടിലെങ്കേ? ഗൈസ്, നമുക്ക് റിവ്യൂ ചോദിക്കാൻ വേണ്ടി ഒരു പട്ടിയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാൻ പറ. ക്യാമറ നോക്കി പറ.
നമ്മുടെ വീഡിയോ അവസാനിച്ചു. ആക്ച്വലി നമ്മുടെ വീഡിയോ കൊള്ളായിരുന്നല്ലേ? അതെ, നൈസായിരുന്നു. ആക്ച്വലി ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ കപ്പിൾസ് ആണ്. നമുക്ക് കപ്പിൾസിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. എടുത്തവരെല്ലാം ഡിലീറ്റ് ചെയ്യില്ല, വീട്ടിൽ അറിഞ്ഞാൽ സീനാവും എന്നൊക്കെ കണ്ട് അങ്ങനത്തെ അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരും ഗൈസ്. അപ്പം ഓക്കെ, ബൈ.